ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ 10 ദിവസത്തോളമായി സജീവമായ കാലവർഷം വീണ്ടും ദുർബലമാകുന്നു. ഈ ആഴ്ചയോടെ സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാകുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ മഴ കുറയുകയും ഉത്തരേന്ത്യയിൽ മഴ കൂടുകയും ചെയ്യും. എന്നാൽ കേരളത്തിലുൾപ്പെടെ വരണ്ട കാലാവസ്ഥയല്ല പ്രവചിക്കുന്നത്. ഏറ്റവും പുതിയ നിരീക്ഷണമനുസരിച്ച് ഇപ്പോഴത്തെ അന്തരീക്ഷസ്ഥിതിയിൽ അടുത്ത ദിവസങ്ങളിൽ മാറ്റം വരും. മഴയുടെ ഇടവേളകൾ കൂടും. മഴ പൂർണ്ണമായും വിട്ടുനിൽക്കില്ല. ഒറ്റപ്പെട്ട ശക്തമായതോ ഇടത്തരമോ ആയ മഴ പ്രാദേശികാടിസ്ഥാനത്തിൽ പെയ്യുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. ജൂലൈ ആദ്യവാരം മഴ കുറയുമെന്ന് നേരത്തെ പ്രവചനമുണ്ടായിരുന്നു. മൺസൂൺ ബ്രേക്ക് പോലുള്ള സാഹചര്യത്തിന് സമാനമായ സ്ഥിതി ജൂലൈ ആദ്യവാരത്തിന്റെ അവസാനവും രണ്ടാം വാരത്തിലുമായി ഉണ്ടാകുമെന്നാണ് മെറ്റ്ബീറ്റിന്റെ വിലയിരുത്തൽ. കേരളത്തിലും തീരദേശ കർണാടകയിലും ജൂലൈ ആദ്യവാരം മഴ കുറയും. ഈ മേഖലകളിൽ ഇപ്പോൾ മഴ കുറവാണ്. ജൂലൈ 5 മുതൽ മഴയുടെ അളവിൽ വീണ്ടും കുറവുണ്ടാകാനാണ് സാധ്യത. പ്രതിദിന ശരാശരി മഴ പോലും ഈ ദിവസങ്ങളിൽ കേരളത്തിലും തീരദേശ കർണാടകയിലും ലഭിക്കാൻ സാധ്യതയില്ല. എന്നാൽ രണ്ടാം വാരത്തിൽ മഴയെത്താനുള്ള സാധ്യത ചില മോഡലുകൾ കാണിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ സിസ്റ്റങ്ങളുടെ പുരോഗതിക്കനുസരിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കൂ. കേരളത്തിൽ മഴ കുറയുമെങ്കിലും ദുർബലമായ കാലവർഷക്കാറ്റ് തമിഴ്നാട്ടിൽ ഇടിമിന്നലോടുകൂടിയ മഴ നൽകും. കിഴക്കൻ കാറ്റിന് ഈയിടെ സാധാരണ സീസണിൽ ഉണ്ടാകുന്നതിനേക്കാൾ ശക്തിയുണ്ട്. കാലവർഷക്കാറ്റ് ദുർബലമാകുന്നതിനനുസരിച്ച് ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കുന്നതിന് കാരണമിതാണെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.